രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. ഫോണിലൂടെ ഒന്നുകൂടി നോക്കി വംശി. ആദ്യം എടുക്കേണ്ടെന്ന് തന്നെ കരുതി. പിന്നെ രണ്ടും കൽപ്പിച്ച് നെറ്റിയിൽ വിരൽ കൊണ്ട് ഒന്ന് പോറി അവൻ ആ കോള് അറ്റൻഡ് ചെയ്തു. പറയഗ്നി. എടാ, എനിക്ക് ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിക്കുക. അവിടെ എത്തുമ്പോൾ കാണണം. വാട്ട്? നീ വരികയാണെന്നോ? അങ്ങനെ വന്നാൽ അവിടെ കമ്പനിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ എന്ത് മെഡിക്കൽ എമർജൻസിയാ? അതും ഞാൻ അറിയാതെയോ? അഗ്നി വരികയാണെന്നതിലും ഉപരി തന്റെ അടുക്കലേക്കാണവന്റെ വരവെന്നറിഞ്ഞതും വംശി പെട്ടെന്ന് പാനിക്കായി. പിന്നെ നിന്നോട് പറഞ്ഞിട്ടാണോ നാട്ടിലെ ആക്സിഡന്റുകളൊക്കെ നടക്കുന്നത്? പിന്നെ കമ്പനിയുടെ കാര്യം അതിപ്പോൾ പാർത്ഥൻ നോക്കിയാലും മതിയല്ലോ. അല്ല, അവനെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നീ 2 ദിവസം ഇവിടേക്ക് വന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോ. അതിലിപ്പോ എന്തോ ഇത്ര വലിയ ആനക്കാര്യം? ഒന്നുമില്ലെങ്കിലും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരാനുള്ള കപ്പാസിറ്റി ഒക്കെ ഇപ്പോൾ വൈകുണ്ഠം കമ്പനിക്കുണ്ട്. അഗ്നി വളരെ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് വന്നതും വംശിക്കാകെ ദേഷ്യമായി. ഈ സമയം അഗ്നി ഇവിടെ വന്നാൽ വരണ്ട. പാർത്ഥൻ തൽക്കാലം ഒന്നും അറിയണ്ട. അഗ്നിയെ പോലെയല്ല പാർത്ഥൻ. ഇമോഷണലി അവൻ വല്ലാതെ വീക്കാണ്. അവളുടെ അവസ്ഥ കണ്ടാൽ ആദ്യം ചിലപ്പോൾ സഹായിക്കാനാവും പോവുക. അങ്ങനെ ഒരിക്കലും പാടില്ല. എല്ലാം ഒന്ന് സോർട്ട് ചെയ്യാൻ തനിക്ക് അല്പം കൂടി സമയം വേണം. അതുവരെ ഇവർ രണ്ടുപേരും ഇവിടെ വേണ്ട. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ വംശി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അപ്പോ ഓക്കെ, പറഞ്ഞ പോലെ ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടുന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. വേണ്ട, വരണ്ട. അഗ്നി പെട്ടെന്ന് ചോദിച്ചതിന് മറുപടി അങ്ങനെയാണ് വന്നത്. വരണ്ടെന്നോ? അതെന്താ? അത് പിന്നെ നീ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും എമർജൻസി കഴിഞ്ഞിരിക്കും. നിന്റെ ഹോസ്പിറ്റൽ മറ്റാരെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്തോളാം. ആദ്യം ഞാൻ ഹോസ്പിറ്റൽ ഒന്ന് വിളിക്കട്ടെ. എടാ, അതിന്റെ കാര്യമില്ല. ഓപ്പറേഷൻ നാളെയാണ് ഫിക്സ് ചെയ്തത്. ആ സമയത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിയാൽ മതി. സോ ഡോണ്ട് ബോദർ. അഗ്നി വളരെ കാഷ്വലായാണ് മറുപടി നൽകിയത്. നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറഞ്ഞത്. നിന്റെ ആബ്സെൻസിൽ ഡോക്ടർ എബ്രഹാം ആണെങ്കിലും ആ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്തോളും. അതിന്റെ കാര്യങ്ങൾ ഇവിടെ ഞാൻ നോക്കിക്കോളാം. ബട്ട് നീ വരണ്ട. എടാ, നീയും പാർത്ഥനും വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട. ദാറ്റ്സ് ഫൈനൽ. പറഞ്ഞതിന്റെ ഒപ്പം തന്നെ വംശി കോള് കട്ട് ചെയ്തു. ഫോൺ പെട്ടെന്ന് കട്ടായതിലുള്ള നിശബ്ദതയിൽ അഗ്നി ചെറിയൊരു പുഞ്ചിരിയോടെ പാർത്ഥനെ നോക്കി. താൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലേ എന്ന അർത്ഥമായിരുന്നു ആ പുഞ്ചിരിയിലെന്ന് പാർത്ഥന് വളരെ വേഗം മനസ്സിലായി. അതേസമയം വല്ലാത്തൊരു ഭയവും മനസ്സിൽ ഉറഞ്ഞു തുടങ്ങി. അഗ്നി, ഞാൻ പറഞ്ഞില്ലേ പാർത്ഥ, അവൻ നമ്മളിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. സംതിങ് വെരി ബിഗ്. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് അഗ്നി ഓഫീസിന്റെ ഗ്ലാസ് ഡോറിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. ബിഗ് എന്ന് പറയുമ്പോൾ വെരി ഇൻഫ്ലേമബിൾ. അവനൊപ്പം തന്നെ എന്നെയും നിന്നെയൊക്കെ പൊള്ളിക്കാൻ കഴിവുള്ള അത്രയും ഡേഞ്ചറസ്. ദാറ്റ്സ് 10% ഷുവർ പാർത്ഥ. ആ നേരം അഗ്നിയും പാർത്ഥനും ഒരുപോലെ തിരയുകയായിരുന്നു ആ ഒരു കാരണത്തെ. അഗ്നിയോട് വരണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരുപക്ഷെ അവൻ പെട്ടെന്ന് വന്നു കയറിയാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത വന്നതും വംശി വേഗം ഓഫീസിൽ നിന്നും ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. കാറിന്റെ കീയെടുത്ത് അത് തുറന്ന് ഓൺ ചെയ്യും മുന്നേ തന്നെ അവൻ ഫോണിലേക്ക് ഒന്നും കൂടി സ്ക്രീനിൽ നോക്കി. കട്ടിലിന്റെ ചുവട്ടിൽ അതിലേക്ക് ചാരി ഒരുവൾ കണ്ണടച്ചു കിടക്കുന്നു. അവളെ നോക്കി പെട്ടെന്ന് തന്നെ അവൻ ഹോളിലേക്ക് സൂം ചെയ്തു. ഫ്രൂട്ട്സ് ഒക്കെ അതുപോലെ ഇരിക്കുന്ന കണ്ടാണ് അവൻ വണ്ടി തിരിച്ചത്. അത്രയും തിരക്കുള്ള റോഡായിരുന്നെങ്കിലും അവന്റെ വണ്ടി അതിലൂടെയൊക്കെ ചീറി പായുകയായിരുന്നു. ഇതിനിടയിൽ ഒന്നോ രണ്ടോ ട്രാഫിക് സിഗ്നലിൽ നിന്ന് പെറ്റിയും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സ്പീഡ് പലപ്പോഴും ഓവർ ലിമിറ്റിലും അധികമായിരുന്നു. പകുതിയിലധികം സമയമെടുത്ത് അവൻ ഫ്ലാറ്റിന് താഴേക്ക് ചീറിപ്പാഞ്ഞു വന്ന് കയറി. ഇങ്ങനെ മെനയ്ക്ക് വണ്ടിയോടിച്ച് കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുമോടാ? അവന്റെ വണ്ടിയുടെ പോക്ക് കണ്ട് സെക്യൂരിറ്റിമാർ പരസ്പരം നോക്കി ചോദിച്ചു. ആയുസ് എത്താത്തതുകൊണ്ട് മാത്രം കാലെടുക്കാത്ത സാധനമാണ്, നീ വിട്ടേരെ. പരസ്പരം പറഞ്ഞ് ചിരിച്ചുകൊണ്ടവർ സ്വന്തം ഡ്യൂട്ടിയിലേക്ക് തിരിഞ്ഞു. വംശിയെ അറിയുന്ന ആ ബിൽഡിങ്ങിലുള്ള എല്ലാവരുടെയും പൊതു അഭിപ്രായം അതുതന്നെയായിരുന്നു. കാറിൽ നിന്നിറങ്ങിയവൻ ധൃതിയിൽ ലിഫ്റ്റിലേക്ക് പോയി. 2 ലിഫ്റ്റും മാറി മാറി നോക്കിയിട്ടും താഴേക്ക് കാണുന്നില്ല എന്ന് കണ്ടവൻ സ്റ്റെപ്പുകൾ ഓടിക്കയറി. 7ാമത്തെ ഫ്ലോർ എത്തിയതും അവൻ നന്നായി കിതച്ചു പോയിരുന്നു. അവൻ ഫിംഗർ പ്രിന്റ് വെച്ച് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി. നേരെ ചെന്ന് തുറന്നത് അവളുടെ മുറിയിലേക്കാണ്. അവൾ ഇപ്പോഴും മയക്കത്തിലാണെന്ന് കണ്ടവൻ നേരെ സെറ്റിയിലേക്ക് പോയിരുന്നു. രാവിലെ അവളെ എങ്ങനെയാണ് നോക്കിയിരുന്നത് അതുപോലെ തന്നെ. ഒപ്പം അടുത്തിരുന്ന AC റിമോട്ടിൽ ടെമ്പറേച്ചർ നല്ലോണം കുറച്ചിടുകയും ചെയ്തു.
ഓടിക്കയറിയപ്പോൾ അത്രത്തോളം ക്ഷീണിച്ചിരുന്നു അവൻ. വല്ലാത്ത ക്ഷീണത്തിൽ അവൻ ഷർട്ടിന്റെ 3-4 ബട്ടൺസ് തുറന്നിട്ട് കൈകളും സോഫയിലേക്ക് നിവർത്തിവെച്ച് അവളെ തന്നെ നോക്കിയിരുന്നു. ചിന്തകൾ അത്രയും മുന്നിലിരിക്കുന്ന ഒരുവളെപ്പറ്റി ചുറ്റിപ്പറ്റി മാത്രമായി. മരണത്തിൽ നിന്ന് തിരിച്ചു കയറി സംസാരിക്കാൻ കഴിവായപ്പോൾ ആദ്യം പാർത്ഥനോട് തിരക്കിയത് ഇവളെപ്പറ്റിയായിരുന്നു. അവന്റെ നിശബ്ദമായ നിൽപ്പിൽ തന്നെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി. പിന്നെ അഗ്നിയെ നോക്കി. അവന്റെ മുഖവും അതുതന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ ഒരു തിടക്കമായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഇവളെപ്പറ്റി അറിയാൻ വേണ്ടി മാത്രം. ജീവൻ കൊടുത്ത് സ്നേഹിച്ചിട്ടും അവസാനം എന്തിനു തന്നെ വേണ്ടെന്ന് പറഞ്ഞു എന്നറിയാൻ വേണ്ടി മാത്രമുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീടുള്ള ഓരോ നിമിഷവും. ആ ഒരു വാശിയും ഊർജവുമാണ് ഇന്നും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അന്ന് കാശിനു വേണ്ടി തന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെയാണ് വണ്ടി ഓടിച്ചത്. അതിന്റെ അനന്തരഫലം കഴിഞ്ഞുപോയ 1.5 വർഷം താൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നങ്ങോട്ട് ചിന്തിക്കുമ്പോൾ താൻ അവളെ അറിഞ്ഞത് ശരിയാണോ എന്നുള്ള ചിന്തകൾ ആയിരുന്നു സംശയങ്ങളായി മനസ്സിൽ കിടന്നുരുളാൻ തുടങ്ങിയത്. അതിനുവേണ്ടി മാത്രം സത്യം കണ്ടുപിടിക്കാൻ ഇറങ്ങി. തന്റെ വിശ്വാസങ്ങൾ ശരിയായിരുന്നോ എന്നറിയാൻ വേണ്ടി മാത്രം. തന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയമാണോ അതോ താൻ കണ്ടതും കേട്ടതുമാണോ സത്യം എന്നറിയാനുള്ള ആഗ്രഹം അത്രത്തോളം തന്നെ ഭ്രാന്തനാക്കാൻ തുടങ്ങിയിരുന്നു. അതിന്റെ ആദ്യപടിയാണ് ഇവളെ തിരക്കാൻ വേണ്ടി ജെയിംസിനെ ഏൽപ്പിച്ചത്. അതിന്റെ തുടക്കം എന്ന പോലെ അവൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി. പക്ഷെ അവിടെ എത്തി കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആ വീട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് കാണാതായി എന്നറിയുന്നത്. ആ ഒരു സംശയത്തിന്റെ പുറകെ ജെയിംസിനെ വിട്ടു. ആ നാളുകളിൽ ഇങ്ങനെയൊരു കാര്യത്തിന് പിന്നാലെ അച്ഛനെ സംശയിച്ചിരുന്നെങ്കിലും അവിടെ എങ്ങും അമ്മയുണ്ടായിരുന്നില്ല. താൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതിലുള്ള അമ്മയുടെ സ്നേഹവും സന്തോഷവും കണ്ടപ്പോൾ എവിടെയൊക്കെയോ അവരെ ഒരുപാട് വേദനിപ്പിച്ചതിൽ ചെറിയൊരു ദുഃഖം തോന്നുകയും ചെയ്തു. പക്ഷെ അതൊക്കെ മാറി പറഞ്ഞത് അന്നത്തെ ആ ദിവസമായിരുന്നു. ഓഫീസിൽ നിന്നും നേരത്തെ വീട്ടിലെത്തിയതാണ്. താൻ വന്നത് അവരാരും അറിഞ്ഞില്ല. തന്റെ അച്ഛനായ പരമേശ്വരനും അമ്മയും പരസ്പരം എന്തിന്റെയോ പേരിൽ ശബ്ദമെടുക്കുന്ന കേട്ടാണ് അന്ന് അവരുടെ മുറിയിലേക്ക് ചെല്ലാൻ തോന്നിയത്. അന്ന് അയാൾ പറഞ്ഞൊരു വാചകം, ഇപ്പൊ നിന്റെ മോൻ നിന്നെ ഭയങ്കര കാര്യമായി കേൾക്കുകയും അമ്മയെന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് നീ കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ദിവസം ആ പിഴച്ചവൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നീയായിരുന്നു ഏറ്റവും വലിയ കാരണമെന്ന് അവൻ അറിയണം. അന്ന് തീരാനുള്ളതേ ഉള്ളൂ അവനോട് ഈ അമ്മ പ്രേമമെല്ലാം. കേട്ട വാർത്തയിൽ ഞെട്ടിപ്പോയി അവൻ. അതുകൊണ്ട് മോന് കൂടുതൽ സപ്പോർട്ട് പിടിച്ച് നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. അവൻ ഇനി ഒരു അല്പം പോലും സമയം കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും അവന് നിന്നോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആണെന്നല്ലേ നീ പറഞ്ഞത്? അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് മഹേന്ദ്രന്റെ മോള് മായമായിട്ടുള്ള അവന്റെ കല്യാണത്തിന് നീ തന്നെ അവനെ സമ്മതിപ്പിക്കണം. ഇത്രയും കാലം ചത്തോ ജീവനോടെ ഉണ്ടോ എന്നറിയാതെ ആ ഒരു കിടപ്പ് കിടന്നതുകൊണ്ട് തന്നെ അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോ അവൻ പിന്നെയും ജീവിച്ച് കമ്പനി കാര്യങ്ങളും നന്നായി നോക്കുന്നു എന്ന് കണ്ടതും അയാൾക്ക് മോളുടെ കല്യാണം എത്രയും വേഗം അവനുമായി നടത്തിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ്. അറിയാലോ, 1-2 ലക്ഷങ്ങളല്ല, 10-25 കോടിയാണ് അയാളുടെ കയ്യിൽ നിന്ന് ഞാൻ മറിച്ചിരിക്കുന്നത്. പണയ വസ്തുവായിട്ട് അയാളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് നിന്റെ മോനെയും. അതുകൊണ്ട് അവനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ. നീ വേണം സമ്മതിപ്പിക്കാൻ. അതല്ലാതെ വന്നാൽ തിരിച്ചു കൊടുക്കാൻ എന്റെ അടുത്ത് 1 രൂപയുമില്ല. അതുകൊണ്ട് കരഞ്ഞു കാണിച്ചോ കാലു പിടിച്ചോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയണ്ട, അവൻ കല്യാണത്തിന് സമ്മതിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി എന്റെ ബെൽറ്റ് നിന്നിലൂടെ കയറി ഇറങ്ങും. കേട്ടല്ലോ? അയാള് ഒച്ചയെടുത്തതും അവർ പെട്ടെന്ന് കേട്ടൂന്ന് പറഞ്ഞ് തലകുലുക്കി. പിന്നെ ഇക്കാര്യം നീ നല്ല ഭംഗിയായി ചെയ്യുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ആ അടുക്കളക്കാരി നിന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്നതിനോട് നിനക്ക് യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേടി നീയും കൂടി ഭംഗിയായി എന്റെ ഒപ്പം നിന്ന് നാടകം കളിച്ചത്. നിനക്കും മകന്റെ ഭാര്യയായി വരുന്നത് അന്തസ്സും അഭിമാനവുമുള്ള വലിയ കുടുംബത്തിലെ പെണ്ണു തന്നെ വേണമായിരുന്നല്ലേ? അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായമോളാണ് വംശിക്ക് പറ്റിയത്. അതുകൊണ്ട് നീ അവനെ ഒക്കത്തിന് സമ്മതിപ്പിക്കണം. ഒരിക്കൽ കൂടി ഭീഷണിയുടെ സ്വരവും ചൊല്ലി അയാൾ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ചതിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നയാളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു താനെന്ന്. അവരെ ഭീഷണിപ്പെടുത്താവുന്ന അറ്റത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ മുറിയിൽ നിന്നും ഇറങ്ങി. ഭർത്താവ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കണ്ട് ആശ്വാസത്തോടെ പുറത്തേക്ക് വരുന്നവരുടെ മുന്നിലേക്ക് വംശി കയറി നിന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ മകനെ മുന്നിൽ കണ്ടതും അവർ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് വേച്ചു വീണുപോയി. അവരുടെ ഞെട്ടലും വീഴ്ചയൊന്നും വംശിയെ ബാധിച്ചില്ല. താൻ താഴെ വീണിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന മകനെ കണ്ട്
ഭയത്തോടെയാണ് അവർ എത്തിപ്പിടിച്ച് എഴുന്നേറ്റത്. മോനെ വിച്ചു! എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ അവര് മകനെ വിളിച്ചു. മുന്നിൽ നിൽക്കുന്ന തന്റെ മകനിൽ നിന്ന് ഒരമ്മയെന്ന രീതിയിലുള്ള സ്നേഹം കിട്ടിത്തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അത് ഈ നിമിഷം കൊണ്ട് തന്നെ തീരാൻ പോവുകയാണോ എന്നുള്ള വെപ്രാളത്തിൽ അവൾ മകന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അവൻ എന്തൊക്കെ കേട്ടു കേട്ടില്ല എന്നുള്ള വെപ്രാളത്തിലും അധികം അവന്റെ മുഖം പലതും വിളിച്ചു പറയുന്നതിലെ ദേഷ്യം നോക്കിക്കാണാൻ വയ്യാതെ അവരുടെ മിഴികൾ പലയിടത്തും താഴ്ന്നുപോയി. വിച്ചു, മോനെ, അമ്മ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പറയും. പറയിപ്പിച്ചിട്ടേ ഞാൻ പിന്മാറൂ. മുഖം വലിഞ്ഞവരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിന്നിട്ടും അവൻ അവിടെ നിന്നും ചലിക്കാതെ അവരുടെ കണ്ണിൽ തന്നെ നോക്കി നിന്നു. മോനെ, അത് പിന്നെ അമ്മ മോന് ദ്രോഹം വരുന്ന ഒന്നും ചെയ്തില്ല. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.